everybody, Namaskaram all. Video ilotte kadakkunnathu munne myself Muhammad Ramshad. I'm a practicing chartered accountant and also കഴിഞ്ഞ 5 വർഷമായിട്ട് accounts and FR പ്രൊഫഷണൽ കോഴ്സുകളായ CA ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. That's it. So ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ ആദ്യ വീഡിയോ ആണ്. ഇത് ബേസിക്കലി നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഈ പ്രോഗ്രാമിന്റെ ഒരു മൊഡ്യൂൾ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ രണ്ടാമത് നമ്മൾ കവർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ് നിങ്ങളിലോട്ട് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളത്. റെഡി? ബിക്കോസ് ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാവും, എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അതിന്റെ പീക്ക് ലെവൽ ക്വാളിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറയും. അലോങ് സൈഡ് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എക്യുപ്ഡ് ആവും എന്നുള്ളതും കൂടെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഇൻഡസ്ട്രി റെഡിയാക്കുക എന്നുള്ളതാണ് ദ കോർ ഇന്റൻഷൻ ഓഫ് ദിസ് പ്രോഗ്രാം. റെഡി? അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഫിറ്റ് ആവുന്നത് ഒരു കാൻഡിഡേറ്റ് എപ്പോഴാന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന 3 ക്വാളിറ്റി ആ കാൻഡിഡേറ്റ്സിൽ പൊസസ്ഡ് ആവുകയാണ് നമ്മൾ അവർ ഇൻഡസ്ട്രി റെഡി ആവുക, ജോബ് മാർക്കറ്റിൽ റെഡി ആവുക എന്നുള്ളത്. ബേസിക്കലി നമ്മൾ ഏതൊരു കമ്പനിയും ഹയർഡ് ആവുമ്പോൾ അവർ ബേസിക്കലി ഡിമാൻഡ് ചെയ്യുന്ന 3 ക്വാളിറ്റി, 3 സ്കിൽ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പൊ അക്കൗണ്ട്സ്, ഫൈനാൻസ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ സ്കില്ലാണ്. ബേസിക്കലി ഈ തിയററ്റിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി, ഫിനാൻഷ്യൽസ് റിലേറ്റഡ് കാര്യങ്ങൾ തിയററ്റിക്കലി നിങ്ങൾ അറിയാം. അതുപോലെ തന്നെ GST, ടാക്സേഷൻ, ഇതിൻ്റെയൊക്കെ പ്രൊവിഷൻ. ഈ തിയററ്റിക്കൽ സ്കില്ല് ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ മേ ബി നിങ്ങളുടെ കോഴ്സുകളിൽ കൺസേൺ ഏതാണോ നിങ്ങൾ പഠിച്ചത് അതിൽ കവേർഡ് ആയിരിക്കും. ബേസിക്കലി ഇപ്പൊ നിങ്ങൾ CMA കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി 2-3 വർഷം ഈ തിയററ്റിക്കൽ ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇനിയല്ല നിങ്ങളൊരു BCom ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രാജുവേറ്റ് ആണ് എങ്കിൽ തിയററ്റിക്കൽ സ്കില്ലായിരിക്കും ബേസിക്കലി നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മൾ കാണുന്നത്. അതെന്തായാലും വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും കമ്പനികൾ ഡിമാൻഡ് ചെയ്യുന്ന മറ്റൊരു കോർ സ്കില്ലാണ് ടെക്നിക്കൽ സ്കിൽ എന്നുള്ളത്. ബേസിക്കലി ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ വർക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ അറിയുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് ഇപ്പോൾ അക്കൗണ്ട്സ് തിയററ്റിക്കലി പഠിച്ചാൽ പോരാ, അതൊരു സോഫ്റ്റ്വെയറിൽ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ എങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ഫിനാൻഷ്യൽസ് ആൻഡ് അക്കൗണ്ട്സിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് എങ്ങനെ കൊണ്ടുവരാം, ടാക്സേഷൻ ആണെങ്കിൽ അത് എങ്ങനെ ഫയൽ ചെയ്യാം. സോ അക്കൗണ്ട്സിന്റെ ആണെങ്കിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആ സോഫ്റ്റ്വെയർസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, GST എങ്ങനെ ഫയൽ ചെയ്യാം, ഇൻകം ടാക്സ്, TDS, ഇത്തരം ടാക്സേഷൻ മാറ്റർ. അതുപോലെ തന്നെ MS ഓഫീസ്, അതിലെ തന്നെ കോർ സ്കില്ലാണ് എക്സൽ, എസ്പെഷ്യലി ഫോർ ഡാറ്റ അനാലിസിസ്. അതുപോലെ ഓഡിറ്റിംഗ്. ഇതൊക്കെ റിയലി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അറിയോ എന്നുള്ളതാണ് ടെക്നിക്കലി സ്കിൽഡ് ആവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ഉണ്ടായാൽ പിന്നീട് ആ കാൻഡിഡേറ്റിന് വേണ്ട മൂന്നാമത്തെ കാര്യം സോഫ്റ്റ് സ്കില്ലാണ്. ബേസിക്കലി സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇന്റർവ്യൂ സ്കിൽസ് ആണ്. അപ്പോൾ ഈ 3 സ്കിൽസും ഒരു കാൻഡിഡേറ്റ്സിൽ എക്യുപ്ഡ് ആവുമ്പോഴാണ് അങ്ങനെ ഒരു കാൻഡിഡേറ്റ്സിനെയാണ് ഇൻഡസ്ട്രി ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഈ ഒരു ക്വാളിറ്റീസ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ബേസിക് ഇന്റൻഷൻ. അതുകൊണ്ട് തന്നെ തിയററ്റിക്കൽ സ്കില്ലിന് അപ്പുറത്തേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന സ്കിൽസ് എന്ന് പറഞ്ഞാൽ ദ മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി നിങ്ങൾ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഒപ്പം സോഫ്റ്റ് സ്കില്ല്, ഐ മീൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർവ്യൂ സ്കില്ല് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ടെക്നിക്കൽ സ്കില്ലിൽ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ ഈ ടെക്നിക്കൽ സ്കിൽസ് ത്രൂ ഔട്ട് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഒരു 4 ലെവലായിട്ടാണ്. ഫസ്റ്റ് ലെവലിൽ നമ്മൾ അക്കൗണ്ട്സ് ആണ് കവർ ചെയ്യുക, ദെൻ ടാക്സേഷൻ, ദെൻ MS Excel, ദെൻ ഓഡിറ്റിംഗ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി വർക്ക്സ്.
അപ്പൊ ഇനി ഓരോ ലെവലിലും നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾ ആദ്യം കാണുന്ന അക്കൗണ്ട്സിൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ടിക്കലി എക്യുപ്ഡ് ആക്കുക എന്ന് ചോദിച്ചാൽ, ഒന്ന് ആദ്യം നിങ്ങൾ ഒരു ബേസിക് ഫൈനാൻഷ്യൽസ് പ്രിപ്പറേഷൻ നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിലാദ്യം നിങ്ങൾക്ക് അക്കൗണ്ട്സിന്റെ ജേണൽ എൻട്രി ബേസിക് മാറ്റേഴ്സ് നിങ്ങൾക്ക് അറിയണം. അപ്പൊ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോ ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ യു വിൽ ഓൺലി ടേക്ക് വെരി ലെസ് ടൈം. റെഡി? ആൻഡ് അതൊരു ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിനൊരു ഫൈനാൻഷ്യൽസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു നോളജ് ഉണ്ട് എങ്കിലേ നമുക്ക് നിങ്ങളെ എന്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ? സോഫ്റ്റ്വെയർ അക്കൗണ്ട് സോഫ്റ്റ്വെയർ ലേണിംഗിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. റെഡി? അതാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് തരാ. അത് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട്സിന്റെ ഒരു ബേസിക് സോഫ്റ്റ്വെയർ ആണ് ടാലി, അതുപോലെ തന്നെ സോഹോ. ഇതായിരിക്കും അക്കൗണ്ട്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ബേസിക്കലി. റെഡി? അക്കൗണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ ടാക്സേഷൻ ഏരിയയിൽ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുക? ഒന്ന് GST, മറ്റൊന്ന് ഇൻകം ടാക്സ്, റെഡി, മറ്റൊന്ന് ഗൾഫ് വാറ്റ്, മറ്റൊന്ന് TDS. ഈ 4 ഏരിയാസും റിയലി എങ്ങനെയാണ്, ഇപ്പൊ GST ആണെങ്കിൽ അതെങ്ങനെ ഫയൽ ചെയ്യാം, അതിന്റെ മറ്റ് കാര്യങ്ങൾ എല്ലാം റിയൽ എക്സ്പോഷറോടുകൂടെ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. റെഡി? ഇതാണ് ടാക്സേഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഏരിയ. ഇതായിരിക്കും. പിന്നെ ഒരു മേജർ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ക്രൂഷ്യലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് എക്സൽ, MS Excel. സോ അതായിരിക്കും നമ്മുടെ ഒരു തേർഡ് ലെവൽ. റെഡി? ഓഡിറ്റിംഗിന്റെ ബേസിക്സ്, അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇന്റേണൽ ഓഡിറ്റിന് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. റെഡി? ആൻഡ് AI ടൂൾസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യാം, ഇതായിരിക്കും. ഇത് പുതിയ കാലത്ത് ഇത് മസ്റ്റ് ആണ്. റെഡി? ആൻഡ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ചില അതർ സ്റ്റാറ്റ്യൂട്ടറി വർക്ക്സ്. ഇപ്പൊ നിങ്ങൾ ഒരു CA ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്കില്ല്, ഈ പറഞ്ഞ വർക്ക്സിന് അപ്പുറത്തേക്ക് അവിടെ ബേസിക്കലി പഠിക്കുന്ന ചില കാര്യങ്ങളാണ് GST റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. E-way ബില്ല്, അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ്, പ്രൊജക്ട് റിപ്പോർട്ട്, അതുപോലെ തന്നെ MSME ഫോർമേഷൻ വർക്ക്സ്, ഇത്തരം കാര്യങ്ങൾ. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ പ്രോഗ്രാമിന്റെ ഒരു ഔട്ട്ലൈൻ. ഐ തിങ്ക് യു ഗോട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കവർ ചെയ്യാൻ പോകുന്നത്. റെഡി? ദാറ്റ്സ് ഇറ്റ്. നൗ ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിലെ ടെക്നിക്കൽ സ്കിൽസ് ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങളെ സോഫ്റ്റ് സ്കിൽസ്, അതായത് ആക്ച്വലി ഒരു കാൻഡിഡേറ്റ്സിന് തിയററ്റിക്കലി ഓക്കെയാണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കലി വാക്കെല്ലാം ചെയ്യാൻ അറിയാം, പക്ഷെ they don't know how to communicate with the employer, with the colleagues, and ഒരു ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ഇത് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇന്റർവ്യൂ സ്കിൽസ്, ഇത്തരം ക്വാളിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഈവൻ ദോ നിങ്ങൾ ടെക്നിക്കലി തിയററ്റിക്കലി സൂപ്പർ ആണ് എന്നുണ്ടെങ്കിലും നമുക്കത് സെല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി ദ അതർ പീപ്പിൾ ജഡ്ജ് യു ആസ് എ ഫെയിലിയർ. സോ നമ്മൾ മസ്റ്റായിട്ടും എക്വിപ്ഡ് ആവേണ്ട ഒരു മൂന്നാമത്തെ ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ആദ്യം നിങ്ങൾക്ക് ഒഫീഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്റർവ്യൂ സ്റ്റേജിലായിരിക്കും. റെഡി? അതായത് ഇപ്പോ ലെറ്റ്സ് സേ നിങ്ങൾ 4 പേരും ഒരേ ക്വാളിഫിക്കേഷൻ എടുത്ത ആളുകളാണ്, പക്ഷെ അതിൽ ഒരാളെയാണ് കമ്പനിക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ കമ്പനി എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുക? ബേസിക്കലി ലെറ്റ്സ് സേ എവരിബഡി യു ആർ CMAs. റെഡി? അപ്പൊ അവരെന്താ ചോദിക്കാന്ന് ചോദിച്ചാൽ കമ്മിങ് ഒരു 30 to 1 hour മാക്സിമം ടൈമില് അവരാരാണോ കൂടുതൽ അവരുടെ മൗത്ത് സ്കില്ല് കൊണ്ട് ഇംപ്രസ് ചെയ്യുന്നത്, ഈ മൗത്ത് സ്കില്ല് കൊണ്ട് ഇംപ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടെക്നിക്കലി ആൻഡ് തിയററ്റിക്കലി സ്ട്രോങ് ആണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുള്ളൂ. റെഡി? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ഇന്റർവ്യൂ സ്കിൽസ് ആൻഡ് ലിങ്ക്ഡ്ഇൻ മാനേജ്മെന്റ് നമ്മുടെ ജോബ് റിക്രൂട്ട്മെന്റിൽ ആവശ്യമുള്ള ഒരു ഏരിയ ആണ്. ഇതാണ് നമ്മുടെ സോഫ്റ്റ് സ്കില്ല് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഇൻ ഷോർട്ട്, നിങ്ങളെ തിയററ്റിക്കലി അതിനപ്പുറത്തേക്ക് ടെക്നിക്കലി ആൻഡ് ബൈ സോഫ്റ്റ് സ്കിൽ നിങ്ങൾ എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ് ടോട്ടൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ കവർ ചെയ്യുന്നത്. റെഡി? ദാറ്റ്സ് ഇറ്റ്.
ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇപ്പോൾ ബേസിക്കലി നിങ്ങൾ ആദ്യം എക്യുപ്ഡ് ആവുക, ഇത്തരം ബേസിക് മാറ്റേഴ്സ് ആണ്. ഒരു മാനുവൽ ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻ, പിന്നെ എങ്ങനെയാണ് ഒരു ബിസിനസിന്റെ ഡേ ബൈ ഡേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ആൻഡ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാലി, സോഹോ, ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ആദ്യം നിങ്ങൾക്ക് തരാം. റെഡി? ആൻഡ് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ, എസ്പെഷ്യലി അതിലെ സ്പീഡും ആക്യുറസിയും ഇൻക്രീസ് ചെയ്യാൻ, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ബേസിക് സ്റ്റേജിൽ കവർ ചെയ്യുക. ദെൻ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ ഇപ്പൊ ടാലിയിൽ തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, ആൻഡ് പിന്നീട് ചില നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കട്ടാൻ കോപ്പി എടുത്തിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് അല്ല, പകരം നമ്മുടെ റിയൽ ബിസിനസ് സിനാരിയോയിൽ വരുന്ന കേസ് ആണ് നിങ്ങൾക്ക് വർക്കായിട്ട് തരുന്നത്. റെഡി? പിന്നെ GST, അതിന്റെ രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, റീകൺസിലേഷൻ പ്രോസസ്, ഇത് പിന്നെ അത് തന്നെ UAE വാറ്റിന്റെ കാര്യങ്ങൾ, അത് സെറ്റപ്പ് ചെയ്യുന്നത്, റിട്ടേൺ, അതിന്റെ ഫയലിംഗ്, ദെൻ BRS പ്രിപ്പറേഷൻ, ബിയോണ്ട് പ്രിപ്പറേഷൻസ് ആൻഡ് അതിന്റെ കറക്ഷൻസ്, പിന്നെ സോഹോ ബുക്സ്, MS Excel, ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ലെവലിൽ വരിക. ദെൻ അഡ്വാൻസ് ലെവലിലോട്ട് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ട്സിലെ സ്റ്റോക്ക് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് സ്കില്ല്, അതുപോലെ തന്നെ ഒരു കോസ്റ്റ് സെന്റർ യൂസ് ചെയ്തിട്ട് അതിന്റെ കോസ്റ്റ് അലൊക്കേഷൻ ഒക്കെ എങ്ങനെയാണ് ERP സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ TDSന്റെ കാര്യങ്ങൾ, അതിന്റെ ചലാൻ ക്രിയേഷൻസ്, ഫയലിംഗ്, പിന്നെ ഇൻകം ടാക്സ്, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് കോൺസെപ്റ്റ്സ്, ഓഡിറ്റ് ഫയൽ പ്രിപ്പറേഷൻസ്, ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരു അഡ്വാൻസ് ലെവലിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ സ്കിൽഡ് ആവുക. ആൻഡ് ദെൻ പ്രോ ലെവലിൽ നമ്മൾ ഒരു യുണീക്ലി നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രോ ലെവലിൽ എത്തുന്ന ഒരു കാൻഡിഡേറ്റ്സ് ഒരു 20 മിനിറ്റ്സിൽ എങ്ങനെയാണ് ഒരു 1000 ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് സോഫ്റ്റ്വെയറിലോട്ട് കൊണ്ടുവരിക, ഈ ഒരു ലെവലിലോട്ട് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് റെഡി നമ്മുടെ ടോപ്പ് ലെവൽ സ്കില്ലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. റെഡി? അതുപോലെ തന്നെ പിന്നെ ഒരു ക്ലയന്റിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡാറ്റ ഇൻ കേസ് പ്രോപ്പർ ആയിട്ടും അവരുടെ ഒരു അക്കൗണ്ട് സിസ്റ്റം ഇല്ല എങ്കിൽ അവിടുത്തെ ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ് വെച്ചിട്ട് എങ്ങനെ ഫിനാൻഷ്യൽസും അക്കൗണ്ട്സും മേക്ക് ചെയ്യുക എന്നുള്ളത്, പിന്നെ ബേസിക്കലി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ അതർ ചില വർക്കുകൾ, ദെൻ AI ഇന്റഗ്രേഷൻ ഇൻ അക്കൗണ്ടിങ്. സാധാരണ ഒരു AI ടൂള് പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയറിലോട് എൻട്രി ചെയ്യാതെ ഓട്ടോമാറ്റിക് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ഇതാണ് നമ്മൾ ഒരു പ്രോ ലെവലിലൊക്കെ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദെൻ അറ്റ് ദ എൻഡിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. റെഡി? ഐ തിങ്ക് എവറിബഡി ഈസ് ഓക്കെ. നൗ ഇനി നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്ക് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ഡെലിവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ റിമെമ്പർ, നിങ്ങൾ മറ്റുള്ളിടത്തൊക്കെ ഒരുപാട് ചിലപ്പോൾ ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ ക്ലാസ്സുകൾ ഇതുപോലെയുള്ളത് കാണുന്നുണ്ടാവും. നമ്മുടെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിന്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മൊഡ്യൂൾ ബേസ്ഡ് ലേണിംഗ് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ആദ്യം അക്കൗണ്ട്സ്, അതിൽ തന്നെ ഫിനാൻഷ്യൽസിന്റെ ബേസിക്സ്, ഇത് ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അടുത്ത, അതായത് കുറച്ച് കണ്ടന്റ് പ്രീ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരിക എന്നതല്ല, പകരം നിങ്ങളെ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ ആദ്യം ഒരു ബേസിക് മൊഡ്യൂൾ തരും. ആ മൊഡ്യൂള് നിങ്ങൾ ആദ്യം കാണുമ്പോൾ അതിൽ നമ്മുടെ ഫാക്കൽറ്റി കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ആ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കേസ്, ഒരു ക്വസ്റ്റ്യൻ, അത് ഒരു ടാസ്ക് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്യും. ആൻഡ് അടുത്തത് ആ ടാസ്ക് തന്നെ അതുപോലെയുള്ള മൾട്ടിപ്പിൾ ടാസ്കുകൾ. ആ മൾട്ടിപ്പിൾ ടാസ്കുകൾ നിങ്ങൾ തരുന്നത് ഒരു കാര്യം നോളജ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നല്ല, പ്രാക്ടീസ് ചെയ്തിട്ട് ഈ സ്കിൽ, സ്പീഡ്, ആക്യുറസി നിങ്ങളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഈ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്ന ടാസ്കുകൾ നിങ്ങൾക്ക് ബൈ നോളജ് ചിലപ്പോൾ ആദ്യ കണ്ടന്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റിപ്പീറ്റേഷൻ വീഡിയോസ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എവറി സെക്കൻഡ്
നിങ്ങൾ കാണണമെന്നില്ല. പകരം നിങ്ങൾ ആ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റെഫറൻസ് വീഡിയോ ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ അക്കൗണ്ട്സ് സോഫ്റ്റ്വെയറിലോട്ട് കിടക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അത് കാണിച്ചു തരും. എന്നിട്ടൊരു കേസ് എടുത്ത് ഒരു ക്വസ്റ്റ്യൻ പോലെ അത് നമ്മൾ സോൾവ് ചെയ്തു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് ടാസ്ക് ആയിട്ട് അവിടെ തരും. ആ ടാസ്കും നമ്മൾ തന്നെ സോൾവ് ചെയ്യുന്നത് വീഡിയോ അതിൽ കാണും. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, നിങ്ങൾ കാണണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇങ്ങനെ ഓരോന്നും ഒരു മൊഡ്യൂൾ ബേസ്ഡ് ലേണിംഗ് ആണ്. ആ മൊഡ്യൂൾസിൽ പലതും നമ്മൾ ഇതുപോലെ പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ വൺസ് മൊഡ്യൂൾ ഒരു അക്കൗണ്ട്സിന്റെ ഒരു ബേസിക് മൊഡ്യൂള് കൃത്യമായി ചെയ്ത കുട്ടിക്ക് മറ്റൊരു വീഡിയോ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അതായത് എല്ലാ വീഡിയോസും മറ്റേ ടൈമിൽ നിങ്ങൾക്ക് അൺലോക്ക്ഡ് ആയിരിക്കില്ല. നിങ്ങളൊരു മൊഡ്യൂളിൽ സ്കിൽഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ വാച്ച് ചെയ്യുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ഈ ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ എക്യുപ്ഡ് ആക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഡി? അപ്പൊ മൊഡ്യൂൾ ബേസ്ഡ് ലേണിംഗ് ആണ് ഒന്നാമത്തെ ഒരു വേ. അതില് പ്രീ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി പിന്നീട് നമ്മൾ വരുന്നത് വൺസ് ഒരു കുട്ടി മൊഡ്യൂൾ വൈസ് കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അത് ചെയ്ത് പിന്നെ തനിയെ ചെയ്ത് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയതിനു ശേഷം പിന്നെ നമ്മുടെ മെന്റർ ഓടുള്ള ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആണ്. അതായത് ബാച്ച് വൈസ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ ഓരോ മൊഡ്യൂളും കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ടീം മെമ്പർ എന്തായാലും ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ആയിരിക്കും. അതിൽ നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. നിങ്ങൾ എന്താണ് ചെയ്തത്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊരു ഫേസ് ടു ഫേസ് അറ്റൻഷൻ ആയിട്ടായിരിക്കും ഇൻഡിവിജ്വലി നമ്മൾ തരുന്നത്. റെഡി? ആൻഡ് ഇതാണ് ഒരു മൊഡ്യൂൾ കഴിഞ്ഞാൽ, ഒരു മൊഡ്യൂളിൽ ആദ്യം കുറച്ച് പ്രീ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും, അതിന്റെ റിപ്പീറ്റഡ് ടാസ്കുകൾ ഉണ്ടാവും, അത് തനിയെ ചെയ്യുക. പിന്നെ അടുത്ത മൊഡ്യൂളിലോട്ട് പോകുന്നതിന് പകരം നമ്മുടെ ഒരു ടീമുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും. ഇതിൽ നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആയി എന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ മനസ്സിലാക്കും. റെഡി? ദാറ്റ്സ് ഇറ്റ്. ആൻഡ് പിന്നെ ഓരോ മൊഡ്യൂൾസും അതിനനുസരിച്ച് ഇങ്ങനെ അൺലോക്ക് ചെയ്യാണ്. പിന്നെ ചില സെഷൻസ് നമുക്ക് ലൈവ് സെഷൻസ് ആയിരിക്കും. പ്രീ റെക്കോർഡഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും. റെഡി? ഇപ്പൊ ചില എക്സലിന്റെ സെഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് തരേണ്ട സെഷൻസ് ആണ്. അതുപോലെ തന്നെ ചില കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഇന്റർവ്യൂ സ്കിൽസിന്റെ സെഷൻസ് ഒക്കെ. റെഡി? അത് ലൈവായിട്ട് തന്നെ കൺസേൺ ഫാക്കൽറ്റി നിങ്ങളെ മീറ്റ് ചെയ്യും. റെഡി? അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിയൽ എക്സ്പോഷർ നമ്മുടെ ഓഫീസിൽ തരിക എന്നുള്ളതാണ്. അതായത് നിങ്ങളിത് ഓൺലൈനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു റിയൽ എക്സ്പോഷർ നമ്മുടെ ഓഫീസിൽ നിന്ന് തരാനാണ് ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ബൈ ചോയ്സ് ആണ്. അതായത് ഒരു കുട്ടിക്ക് നമ്മുടെ ഓഫീസിൽ വരാൻ പറ്റില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് റിയലി ഇവിടെ വന്നിട്ട് GST എങ്ങനെ ചെയ്യണം, അക്കൗണ്ട്സ് ഒരു റിയൽ ക്ലയന്റിന്റെ ഡാറ്റ വെച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അസൈൻമെന്റ്സ് ആണ് നമ്മൾ ഇവിടെ നിന്ന് തരിക. അത് നമ്മുടെ ഓഫീസിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ വന്നാൽ ആ ഒരു കൺസേൺ ഡേറ്റിൽ നമ്മളത് അറേഞ്ച് ചെയ്യും. പക്ഷെ അതൊരു ചോയ്സ് ആണ്, അത് കുട്ടിക്ക് ഓപ്ഷണൽ ആണ് എന്നുള്ളതാണ്. സോ ഇൻ ഷോർട്ട്, നമ്മൾ ഈ സെഷൻ ആക്ച്വലി ഒരു റെക്കോർഡഡ് പ്ലസ് ലൈവ് പ്ലസ് ഒരു ഓഫ്ലൈൻ ബൈ ചോയ്സ് ഓപ്ഷൻ. റെഡി? സോ ഇത്തരത്തിലൊരു ഹൈബ്രിഡ് പ്രോഗ്രാം ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രോഗ്രാമിൽ ഒട്ടുമേ നിങ്ങൾക്ക് പക്ക ഇപ്പൊ ലൈവ് സെഷൻ ആക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഡിമെറിറ്റ്സ് ഉണ്ട്. പക്ക റെക്കോർഡഡ് ആക്കുമ്പോഴുള്ള ഡിമെറിറ്റ്സ് ഉണ്ട്. പിന്നെ പക്ക ഓഫ്ലൈൻ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഫീസിബിൾ അല്ല എന്നുള്ളത്. ഇതെല്ലാം സോൾവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹൈബ്രിഡ് പ്രോഗ്രാം ആണ് ആക്ച്വലി നമ്മൾ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. ആർ യു ഓക്കേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ടോട്ടൽ ഔട്ട്കം ഓഫ് ദിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കോഴ്സ് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും തെററ്റിക്കലി സ്ട്രോങ് ആയിരിക്കും. ദെൻ വാക്ക് ചെയ്ത് റിയലി നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കും. ഒപ്പം ചില സോഫ്റ്റ് സ്കില്ല് നിങ്ങൾ എൻഹാൻസ്ഡ് ആവും എന്നുള്ളതാണ്. സോ അതായത് ഒരു ജോബ് മാർക്കറ്റിലോട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റിയിലോട്ട് നിങ്ങൾ എത്തിച്ചിരിക്കും എന്നുള്ളതാണ്. റെഡി? ഇതിന് നമ്മൾ പരമാവധി എടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 1 month അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ കുട്ടി
തീർക്കുന്നതിനനുസരിച്ച് 1.5 month maximum. Ready? That's it. And at a very affordable price ഇതിലോട്ട് നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതേ കാര്യങ്ങൾ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഓൺലൈനായിട്ട് തന്നെ കൊടുക്കുമ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ഒരു പ്രൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റെഡി? പകരം നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു പ്രൈസും. സോ ആക്ച്വലി നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അറ്റ് ആൻ അഫോർഡബിൾ പ്രൈസ് നിങ്ങൾ ഇതെല്ലാം എക്വിപ്ഡ് ആക്കുക എന്നുള്ളതാണ്. That's it. Ready? Now from my side I wish you all the best for this program. Ready? So thank you all. See you on the next video. Bye bye.